വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് സിനിമയിൽ പാടാൻ അവസരം ഒത്തുകിട്ടുക. അതും തുച്ഛമായ പ്രതിഫലത്തിൽ. പട്ടിണിയും പരിവട്ടവുമായ ഒരു കാലം. ജീവിതം മെച്ചമല്ലെങ്കിലും സംഗീതത്തെ വിട്ടുകളയാൻ കമാലിന്റെ മനസ്സ് അനുവദിച്ചില്ല. ബോംബെയിലെ സിനിമാ കാലം പാടി ജീവിക്കാൻ മോഹിച്ച ഒരാൾക്ക് നൽകിയത് നിരാശകളും സങ്കടങ്ങളും മാത്രമായിരുന്നു. ബോംബെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഓരോ നിവർത്തി ഇല്ല. ചിലപ്പോൾ കോറസ് കിട്ടും. കോറസ് കിട്ടണമെങ്കിൽ എന്താ 40 രൂപ, അന്നത്തെ 40 രൂപ 30 രൂപ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അതൊക്കെ തെന്നിട്ടിരിക്കണം. ഒരു രക്ഷയില്ല. കുടുംബത്തിനോട് പോകണമെങ്കിൽ അത് നടക്കത്തില്ല. നമ്മളെ കുറേ സുഹൃത്തുക്കളും ഞാനും പിന്നെ രഞ്ജിത്ത് സ്റ്റുഡിയോ ദാദറിലേക്ക്, ആ സ്റ്റുഡിയോയിലേക്ക് ഫ്ലോറിലെ ബാക്കിലേക്ക് ഒരു ചെറിയ കട്ടകളൊക്കെ അഡ്ജസ്റ്റ് ഉണ്ടാക്കി അവിടെ കിടക്കാനുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 5-8 കലാകാരന്മാർ. അപ്പോഴത്തേക്ക് ഈ ജീവിതത്തിൽ മടത്തു ഞാൻ. അപ്പോൾ വേറെ വഴിയില്ല, വേറെ ഒരു അറിഞ്ഞൂടാ, വേറെ സംഭവം അറിയില്ലല്ലോ. വേറെ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേറെ തൊഴിലൊന്നും അറിയില്ല. യാഥാർത്ഥ്യത്തിൽ വേറെ തൊഴിലേക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് തോന്നിപ്പോയി സാർ എങ്ങനെയെങ്കിലും ബോംബെ വിടുന്നു. മലയാളികളുടെ അഭിമാന നക്ഷത്രമായ ബാബുരാജിനെ കാണാനും പരിചയപ്പെടാനും ഇടയായതാണ് കമാലിന്റെ ജീവിതത്തിന് വഴിത്തിരിവാകുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം സിരകളിൽ നിറച്ച് പാട്ടിനെ പ്രണയിച്ച് നടക്കുന്ന യുവഗായകന്റെ കഴിവുകൾ തിരിച്ചറിയുന്നത് ബാബുരാജാണ്. ബോംബെയിലെ സിനിമാ ലോകം തിരിച്ചറിയാതെ പോയ പാട്ടുകാരന് മലയാളക്കര ആതിഥ്യം അരുളുകയായിരുന്നു പിന്നീട്. ഇപ്പോൾ എൻ്റെ ഗാങ്ങുള്ള ആൾക്കാർ പല പരിപാടികൾക്ക് പോകും. ചിലപ്പോൾ ഈ പരിപാടി ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ ഒറ്റക്കായിട്ട് പോകും, ചിലപ്പോൾ ബാക്കിയുള്ള ഗാങ്ങായിരിക്കും. ആ ഗാങ്ങിൻ്റെ ഒരാൾ എന്നോട് പറഞ്ഞു, കമാലേ നമുക്ക് ഒരു പരിപാടി കേൾക്കാൻ പോകാം. മലബാറിന് ഒരാൾ വന്നിട്ടുണ്ട് കേൾക്കാൻ. ആരാ? ഞാനീ പോയി, ഞാൻ വരത്തില്ല, നമ്മ രാത്രി നടക്കാൻ വയ്യ, കുറേ നടക്കണോ? അല്ല അടുത്തേ നടക്കണം, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പോവാം. ഒരു മലബാരി പാടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ശരി, നിവൃത്തിയില്ലാത്ത വൈകുന്നേരം ഒരു 6 മണിക്ക് ഞങ്ങൾ നടന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോൾ ചെറിയൊരു ഹാള്, ഒരു മീൻ ബിസിനസ്സുകാരുള്ള ഒരു സാധനങ്ങളൊക്കെ ഉള്ള ചാപ്പായിരുന്നു. ചാപ്പ എന്ന് പറഞ്ഞ സാധനമായിരുന്നു. ആ ചാപ്പയിലേക്ക് ഒരു ചെറിയൊരു മൈക്ക്, ഒരു കുളമ്പി അങ്ങനെ വച്ചിട്ടാണ് അവിടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഒരാൾ തബല വായിക്കുക, ഒരാൾ ഹാർമോണിയം പെട്ടി വായിച്ചിട്ട് പാടിക്കൊണ്ടിരിക്കുക. അതായത് ബഹുമാനപ്പെട്ട ജനാബ് ബാബുരാജ് സാഹിബായിരുന്നു. അതായത് മലയാള ചലച്ചിത്രവേദിയിൽ പ്രഗത്ഭരായ ഒരു വെറ്ററൻ മ്യൂസിക് ഡയറക്ടർ ഓഫ് മലയാളി സിനിമ ഫീൽഡ് ശ്രീ ബാബുരാജ് സാർ അവർക്കും ഞാൻ അവിടെ കണ്ടു. ആ ഗാങ്ങിനകത്ത് എന്നെ അറിയാനുള്ള ഒരു ആളുണ്ടായിരുന്നു. പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, നിനക്കൊരു പാട്ട് പാടിക്കൊള്ളുകയും ചോദിച്ചു. ഞാൻ വേണ്ട, അപ്പം നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നില്ലേ, നല്ല സിംഗറാണ്, പാടിക്കോട്ടെ. അല്ല ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞ് പിന്നെ അതിന് കെയർ വേറെ ആൾക്കാരാ വേണോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ചിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി. ബാബുരാജിനെ ചോദിച്ചു, ഒരാൾ പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പാടിപ്പിക്കുന്നു. വട്ടെ എന്ന് പുള്ളി വലിയ സൈഡിലേക്ക് കയറി സലാം പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറി. പേരുണ്ട്, കമാലാണ്. ഹാർമോണിയം വായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വായിക്കാം. അപ്പോൾ പാടിക്കാം. ഞാൻ ഒരു പാട്ടോടെ പാടി. തബിളിസ്റ്റായിരുന്നു നമ്മുടെയൊക്കെ, മലയാളി തബിളിസ്റ്റാണ്, കേരളീയർ കേട്ടോ, നല്ല തബിളിസ്റ്റ്, ഫൈൻ തബല വായിച്ചുകൊണ്ട് എനിക്ക് വളരെ റീസെൻ്റായിട്ട് പാടാൻ സാധിച്ചു. അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കിയിട്ട് പുള്ളി എൻ്റെ കൈ പിടിച്ചു, ഇത് ഒരു പാട്ട് കൂടി പാടിക്കും. ഞാൻ പാടിക്കൂടി, വെറുതെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനുണ്ട്. അല്ല ഒരു പാട്ട് കൂടി. ഇതിനിടയ്ക്ക് ഹാർമോണിയം പെറ്റിൻ്റെ മേലെയാണ് കുറേ ഒരു 10, 40, 50 രൂപയുടെ പ്രസൻറ്റേഷനും കിട്ടി പാടിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഒരു പാട്ട് കൂടി പാടി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ മൊത്തമാണ് എൻ്റെ കയ്യിൽ കൊണ്ടുപോയി. നിങ്ങൾ എന്നെ അതിഥിയല്ലേ സാർ,
ഞാൻ ഈ പൈസ നിങ്ങൾ വെച്ചോ, എനിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ഇവിടെ പാട്ട് കേൾക്കാൻ വന്നതാണ്. അല്ല, അത് നിങ്ങൾ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ആണ് കഴിയും. ആ പിന്നെ ഏതൊരു കാലഘട്ടത്തിൽ കോഴിക്കോട് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കമാൽ സാഹിബ് അങ്ങോട്ട് വരിക. എൻ്റെ പേര് മുഹമ്മദ് സാബിറാണ്. അന്ന് ബാബുരാജ് എന്ന് പറഞ്ഞില്ല, മുഹമ്മദ് സാബിർ ഭായിനുമായി. മുഹമ്മദ് സാബിറാണ്. അവിടെ വന്നിട്ട് കല്ലായിൽ ചോദിച്ചാൽ മതി മുഹമ്മദ് സാബിർ എവിടെയാണ് താമസം വന്നാൽ നിങ്ങൾ കുറേ പരിപാടികളെല്ലാം ഉണ്ടാക്കി തരാൻ കൊടുക്കും. അങ്ങനെയാണ് കേരളത്തിന് വരാനുള്ള ഒരു സാധ്യത തുടങ്ങി. ബാബുരാജിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതോടെ, അദ്ദേഹത്തിന്റെ സംഗീതത്തിനൊപ്പം സഞ്ചരിച്ചു തുടങ്ങുന്നതോടെ കമാൽ എന്ന പാട്ടുകാരന്റെ ജീവിതം മാറിമറിഞ്ഞു. മലയാളികൾക്ക് വേണ്ടി നിറയെ പാടാനും ഈ നാടിന്റെ സ്നേഹം ഒരുപാട് നേടാനും കമാലിന് ഭാഗ്യമുണ്ടായി. അങ്ങനെ കോഴിക്കോട് ഇറങ്ങി. കുട്ടിക്കൊരു പയ്യനുണ്ടായിരുന്നു. ബാബുക്കാട് വീട്ടിലേക്ക് പോയി. ബാബുക്ക ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ല, സൗത്ത് ബീച്ച് റോഡിലേക്ക് എവറസ്റ്റ് മ്യൂസിക് ഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അന്വേഷിച്ചാൽ മതി, ബാബുക്ക അവിടെ കാണും. ഞാൻ ഈ സൂട്ട് കേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയായി. വൈകുന്നേരം അദ്ദേഹം കുറേ ഫ്രണ്ട്സുമായി ആയിട്ട്, അതായത് ബാബുക്ക അവിടെ മ്യൂസിക് ഹോമിൽ വന്നു. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ കവായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു കട്ടി പിടിച്ചു.